ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പാൽക്കാലം അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ് ഹല്ലേലൂയ. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലെ 1-ാം ലേഖനത്തിലെ അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യപ്രകാരം പറയുന്നു, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടോ, അത് വിട്ടോടണം. ഏത് വിട്ടോടണം? ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, നിന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകൾ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്ത് നീ അത് ഉപേക്ഷിപ്പാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അസാധാരണമായ കൃപ നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം കർത്താവ് പറയുക, നീ അത് വിട്ടോടിയിട്ട് വിശ്വാസത്തെയും ഭക്തിയെയും നീതിയെയും ഹല്ലേലൂയ ക്ഷമയെയും നീ മുറുകെ പിടിക്കുവാൻ തയ്യാറായാലേ, അതിനെ നീ എതിരേൽപ്പാൻ തയ്യാറായാലേ ഹല്ലേലൂയ, നീ തോറ്റുപോയ മണ്ഡലങ്ങളില്ലേ, നീ തോറ്റുപോയ വിഷയങ്ങളില്ലേ, നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ഉള്ളറകളിൽ ഇന്നും ഞരങ്ങുന്ന കരയുന്ന വിഷയങ്ങളില്ലേ, മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാതെ ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി നീ ചോദിക്കുന്ന മണ്ഡലങ്ങളില്ലേ, പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി നിന്നോട് പറയുക, നിന്നോട് ആലോചന അറിയിക്കുക, നീ അതൊന്ന് വിട്ടുമാറാവോ? ദൈവഹിതമില്ലാത്ത വഴികളെ നീ ഒന്ന് വിട്ടുമാറിയിട്ട് ദൈവഹിതത്തിലേക്ക് നീ ഒന്ന് തിരിയാമോ? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിന്നോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ രക്തം കൊടുത്ത് അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയത് നീ മറന്നു പോകരുത് കുഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, നീ വിശ്വാസത്തെ മുറുകെ പിടിക്കുക കുഞ്ഞേ. ഹല്ലേലൂയ. നീ നീതിയെ മുറുകെ പിടിക്കുക കുഞ്ഞേ, നീ ക്ഷമയെ മുറുകെ പിടിക്കുക കുഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പൽക്കാലം നിനക്ക് വേണ്ടി ഉയർന്നു വരുന്ന ഒരു അത്യുന്നത ശക്തി ഉണ്ട് കുഞ്ഞേ, നീ അത് മറന്നു പോകരുത്. നിന്നെ ശത്രു ഇല്ലാതാക്കുവാൻ, നശിപ്പിച്ചു കളയുവാൻ, ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ നോക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം നിന്നെ മൂടി മറയ്ക്കുന്ന, നിന്നെ കരുതുന്ന ഒരു കരമുണ്ട് കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നോട് പറയുക, കുഞ്ഞേ നീ അതൊന്ന് വിട്ടോടിയിട്ട് നീ എൻ്റെ അടുക്കലൊന്ന് തിരിഞ്ഞു വരാമോ? എൻ്റെ ഹല്ലേലൂയ സ്വഭാവങ്ങള്, എൻ്റെ ഫലങ്ങള് ഹല്ലേലൂയ നീ പുറപ്പെടുവിക്കുവാൻ, നീ ആഗ്രഹിപ്പാൻ തയ്യാറായാലേ, നീ അന്വേഷിക്കാതെ തന്നെ ഞാൻ നിൻ്റെ അടുക്കൽ വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം നമ്മളെ ഓർപ്പിക്കുക. സഹോദരങ്ങളെ ഹല്ലേലൂയ, ഈ വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക്, മറുപടിയില്ലാത്ത വിഷയങ്ങൾക്ക്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക്, ഏത് വിഷയമാകട്ടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളതൊന്ന് സമർപ്പിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾ അതിനെ ഒന്ന് വിട്ടോടിയിട്ട് നിങ്ങൾക്ക് ഹല്ലേലൂയ പോകുന്ന പാപവഴികളെ ഒന്ന് വിട്ട് പിന്മാറിയിട്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങളൊന്ന് തിരിയുവാൻ തയ്യാറായാലേ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത കരം ചലിക്കുവാനായിട്ടിടയാകും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.